മഹാരാജ ഹോസ്റ്റലിന്റെ ടീം മെമ്പേഴ്സ്. അതിന്റെ മാസ്റ്റർ പീസ് ആണ്. അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. സെക്കൻഡ് സ്റ്റെപ്പ്. ഹൊറർ മൂവീസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പം അവിടെ ഇങ്ങനെ പ്രേതങ്ങളുടെ സാന്നിധ്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ കുറച്ച് അനുഭവങ്ങൾ ആക്ടേഴ്സിന് ആർട്ടിസ്റ്റുകൾക്ക് വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് സത്യത്തില് ദൈവത്തിൽ വിശ്വാസമല്ല, പക്ഷെ പ്രേതത്തിൽ വിശ്വാസമുണ്ട്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട്. ആണോ? പിന്നെ എടാ, നമ്മളൊന്ന് കാട്ടി കണ്ട സ്ത്രീയാണ് നമ്മൾ സ്വപ്നം കണ്ടത്. നിനക്ക് കിട്ടിയ? എനിക്ക് കിട്ടി. എനിക്ക് അങ്ങനെ കുറച്ച് റിയൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. അല്ല, ഈ മൂവി ചെയ്ത സമയത്ത് എനിക്ക് നമ്മൾ വാഗമണില് ഷൂട്ട് ചെയ്യായിരുന്നു. വാഗമണില് ഷൂട്ട് ചെയ്യുന്ന എനിവേ എനിക്ക് കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടമായി. ടോക്സിക് ആണോ? ടോക്സിക് ആണോ? അല്ല, കുഴപ്പമില്ല. സീനിയറിന്റെ പേരെന്താണ്? പോരുന്നു എന്റെ കൂടെ. സോറി കുട്ടി, ഇപ്പൊ എന്തായാലും എനിക്ക് താല്പര്യമില്ല. നിനക്ക് എന്നോടാണോ താല്പര്യം? രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. அப்ப நீ என்ன இங்க இருந்து எங்கேயும் போக விட மாட்ட? ஐயோ, என்னாய உனக்கு எவ்வளவு தைரியம் இருந்தா இப்போ என் கண் முன்னாடி வந்து நிப்ப? இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு ஒரு ரத்தத்தை குடிச்சு ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം സിനിമ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ആഗ്രഹിക്കണമെങ്കിൽ നമുക്ക് ഒന്നാമത് സിനിമ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളതാണ് പേഴ്സണലി. കാരണം കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ബോഡി ഷേമിങ് ഒരുപാട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. ഇനി നിങ്ങളുടെ കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് വേവലാതി വേണ്ടേ വേണ്ട. എല്ലാ സിലബസുകളിലും ഇനി മുതൽ ഓൺലൈൻ ട്യൂഷൻ നൽകാൻ ഗാർഡിയൻ ട്യൂട്ടർ. പഠിക്കുന്ന കാര്യത്തിൽ ഇനി മുതൽ നിങ്ങളുടെ കുട്ടി കൂടുതൽ കോൺഫിഡന്റ് ആയിരിക്കും. ഗാർഡിയൻ ട്യൂട്ടർ ഓൺലൈൻ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. മീഡിയ സ്റ്റുഡൻസ് ആണ് ഇന്ന് നമ്മോടൊപ്പം ഈ ഒരു സ്റ്റുഡന്റ് ഷോയിലുള്ളത്. SH ഈസ്റ്റ് ക്യാമ്പസിലെ ഫസ്റ്റ് ഇയർ മീഡിയ സ്റ്റുഡൻസ് ആണ് നമ്മോടൊപ്പം. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ദ സ്റ്റുഡന്റ് ഷോയിൽ ഇന്ന് നമ്മുടെ മഹാരാജ ഹോസ്റ്റൽ എന്ന ടീമിന്റെ മുന്നിൽ അവരെ മുൾമുന്നിൽ നിർത്തുന്ന ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ടീം ഇപ്പൊ തന്നെ നമ്മോടൊപ്പം ഈ ഒരു സ്പേസിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾ എല്ലാവരും എക്സൈറ്റോടെ കാത്തിരിക്കുന്ന മഹാരാജ ഹോസ്റ്റൽ ടീമിന്റെ ആ ക്രൂ മെമ്പേഴ്സ് നമ്മുടെ എവരെയും പ്രിയപ്പെട്ട അഖിൽ ഷാ, അഖിൽ NRD ആൻഡ് സന്ദീപ് ആൻഡ് ശരത് ആൻഡ് ദ മ്യൂസിക് ഡയറക്ടർ അശ്വിൻ റാം ആൻഡ് ദ ആക്ട്രസ് ആൻ മെരിയാണ് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, സന്ദീപ് ആയാലും അഖിൽ ഷാ ആയാലും അഖിൽ NRD ആയാലും മാമനും മോനും എന്നറിയപ്പെടുന്ന ശരത് ആയാലും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു ദിവസം അവരുടെ ഫീഡ്സ് ഒരു ദിവസമെങ്കിലും വരാതെ ഇരിക്കില്ല അല്ലെ? നമ്മൾ എപ്പോഴൊക്കെ സ്ക്രോൾ ചെയ്യുന്നു അപ്പോഴൊക്കെ ഒരു റീലെങ്കിലും അവരുടെ കണ്ടിരിക്കും. സോ അവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് എല്ലാവരും റീൽസും വീഡിയോസും ഇതൊക്കെ പഠിക്കുന്നത് എന്തിനാ? ഫിലിം ആണ് ദ അൾട്ടിമേറ്റ് എയിം അല്ലേ? സോ അവരും അങ്ങനെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും മുന്നിലാണ് അവർ ഫസ്റ്റ് ടൈം ഒരു ക്യാമ്പസ് പ്രോഗ്രാം ആയിട്ട് വന്നിരിക്കുകയാണ്. സെന്റ് ട്രീസാസ് കോളേജിൽ അവർ മോർണിംഗ് അവർക്ക് ഒരു ഷോ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതിനേക്കാൾ എനർജറ്റിക് ആയിരിക്കണം നമ്മുടെ SH കോളേജ് അല്ലേ? സെന്റ് ട്രീസാസ് ആൻഡ് SH ഇങ്ങനെ ആർട്സിന്റെ കാര്യത്തിലും ഫിലിമിന്റെ കാര്യത്തിലും ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ട് നിൽക്കുന്ന രണ്ട് കോളേജാണ്.
SH ആൻഡ് സെൻട്രീസ. സോ അതിലും എനർജറ്റിക് ആയിട്ട് വേണം ഇന്ന് അവർക്ക് ഇവിടെ തോന്നാനായിട്ട്. ലാസ്റ്റ് ഞാൻ ആ ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും സ്മാർട്ടായിട്ട് തന്നെ കിട്ടുന്ന ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് ആരെ വേണമെങ്കിലും വിളിക്കൂട്ടോ. അപ്പൊ നിങ്ങൾ വരണം, നാണം കെടുത്തരുത് കേട്ടോ. എല്ലാരും അപ്പ വരണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ അവരുടെ മുന്നിൽ നാണം കെടും. അപ്പൊ സ്പോണ്ടേനിയസ് ആയിട്ട് വരിക. എന്താണോ ടാസ്ക് അവരോട് ചോദിക്കാം. ഓക്കെ, സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മൾ എല്ലാവരും കാത്തിരുന്ന മഹാരാജ ഹോസ്റ്റൽ ക്രൂ ദ ടീം മെമ്പേഴ്സ് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. സോ എല്ലാവർക്കും നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് നമുക്ക് ആ ടീമിനെ, ആ ക്രൂ മെമ്പേഴ്സിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കുറച്ച് ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് ടീം മെമ്പേഴ്സ് അവിടെ നിൽക്കുകയാണ്. ഓക്കെ, നമ്മളെല്ലാരും കാത്തിരുന്ന മഹാരാജ ഹോസ്റ്റലിന്റെ ടീം മെമ്പേഴ്സ്, നമ്മുടെ എവരെയും പ്രിയപ്പെട്ട അഖിൽ ഷാ, അഖിൽ NRD, ശരത്, സന്ദീപ് and the music director Ashwin Ram and Anne Maria. So ladies and gentlemen, put your hands together and welcome Maharaja Hostel team. Yes. നിങ്ങൾക്ക് എല്ലാവർക്കും കസേര ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന മഹാരാജ ഹോസ്റ്റൽ ടീം മെമ്പേഴ്സ് ആണ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റ് ദ സ്റ്റുഡന്റ് ഷോയില് അവരെത്തിച്ചേർന്നിരിക്കുകയാണ്. ആൻഡ് SHലെ മീഡിയ സ്റ്റുഡൻസിന്റെ മുന്നിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. സോ ഒരിക്കൽ കൂടി ഫോർ ദ ടീം മഹാരാജ ഹോസ്റ്റൽസ് നല്ലൊരു കയ്യടി. കം ഓൺ. യെസ്. ഓക്കെ, കുറച്ചു നേരം നിങ്ങൾ ഡിലേ ആയപ്പോൾ ഞാൻ ഇവരോടൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നിങ്ങളുടെ ഫാൻസ് ആണ്, നിങ്ങളുടെ റീൽസ് അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. ഒരു റീലെങ്കിലും കാണാത്തവരായിട്ടില്ല. എല്ലാവരും ആദ്യമായിട്ട്, എനിക്ക് തോന്നുന്നു 2 പേരെ ഒഴിച്ച് നിങ്ങൾ എല്ലാവരും നേരിട്ട് ഇവർ ആദ്യമായിട്ടാണ് കാണുന്നത്. സോ ആരോട് ചോദിക്കണം ആദ്യത്തെ ക്വസ്റ്റ്യൻ? ഇത്ര നേരം ഇങ്ങനെയല്ലായിരുന്നു, ഞാൻ പഠിപ്പിച്ചതെല്ലാം മറന്നുപോയോ? ഇത്രയും ഇവരെ കണ്ടപ്പോ എന്ത് പറ്റി? ആദ്യം ആരോട് ചോദിക്കണം? അഖിലേട്ടൻ. അഖിലേട്ടനോട് ചോദിക്കാന്ന്. ഓക്കെ, മഹാരാജ ഹോസ്റ്റൽ എന്താണ് ആക്ച്വലി? ബേസിക്കലി മഹാരാജ ഹോസ്റ്റൽ മൂവി എന്ന് പറയുന്നത് ഹോസ്റ്റലിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഹൊറർ സ്റ്റോറി പറയുന്ന ഒരു മൂവിയാണ്. ഇതിനകത്ത് ഹോസ്റ്റൽ മാത്രമല്ല, ഹോസ്റ്റലിനെ കണക്ട് ചെയ്ത് വേറെ പ്ലോട്ട് പറയാൻ ശ്രമിക്കുന്ന ഒരു മൂവിയാണ് മഹാരാജ ഹോസ്റ്റൽ. അതായത് 2 മണിക്കൂർ സിമ്പിളായിട്ട് നമുക്ക് ബോറടി ഇല്ലാതെ ആസ്വദിക്കാൻ പറ്റിയ ഒരു ചെറിയ നല്ല ഹൊറർ ഫിലിം. ഓക്കെ, ഇപ്പൊ എല്ലാരും ഹോസ്റ്റൽ ഹൊറർ ഒക്കെ ആയിട്ടാണല്ലോ എന്ത് നമ്മൾ ഈ അടുത്തിടെ ചിരിപ്പിച്ചിരിക്കുന്നതും അല്ലെ, ഒരുപാട് നമ്മൾ എൻജോയ് ചെയ്തിരിക്കുന്നതും ഹോസ്റ്റൽ അല്ലെങ്കിൽ ഹൊറർ റിലേറ്റഡ് ആണ്. ഐ ആം സൂപ്പർ ഹീറോ. സന്ദീപ് പറയൂ. അല്ല, എല്ലാരും പറയുമ്പോഴേ അടികപ്പേരെ കൂട്ടമണി ഹോസ്റ്റൽ എന്ന് കേൾക്കുമ്പോഴേ അതാ എല്ലാരും. പക്ഷെ എല്ലാരും ഡിഫറെന്റ് സിനിമ. ഒരു ഹോസ്റ്റൽ മാത്രമല്ല ഹൊറർ ആയിട്ടുള്ള, ബാക്കിയെല്ലാം കൂടുതലും പറയാം ഇവർക്ക് തന്നെയായിരിക്കും ഉള്ളത്. ഞാൻ ആ ഒരു കോളേജ് സീനിൽ മാത്രമാണ്. ബേസിക്കലി മൂവി നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഓരോ മൂവി ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് വേറെ ടൈപ്പ് ഒരു കഥ പറയാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മൂവിയാണ്. ഹൊറർ ആണ് ബേസിക് എലമെന്റ്, ഹൊററും കോമഡി ആണെങ്കിൽ പോലും ഒരു വേറെ തരത്തിലുള്ള, നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സ്റ്റോറി പറയാൻ ശ്രമിക്കുന്ന ഒരു മൂവിയാണ്. ഓക്കെ, അങ്ങനെയാണ്. അപ്പൊ ഇത് ഹോസ്റ്റൽ സീനിൽ ഇല്ല സന്ദീപ് അല്ലേ? ഹോസ്റ്റല് കുറച്ച് ദിവസം അല്ലേ വന്നിട്ട് അങ്ങ് പോകുന്നു. ഓക്കെ, ഹോസ്റ്റൽ അല്ല, ഹോസ്റ്റൽ ഇവര് 3 പേരാണ് ഉള്ളത്. മെയിനായിട്ട് ഇവൻ വരുന്നത് കോളേജിലാണ്. ഓക്കെ, അഖിൽ ഷാ. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. എങ്ങനെയുണ്ട് ഞങ്ങളുടെ SHലത്തെ പിള്ളേരൊക്കെ കണ്ടിട്ട്? പിള്ളേര് പൊളിയല്ലേ? ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എവിടെ നോക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. ആ നോട്ടത്തിൽ എവിടെ ഉടക്കിയത്? നമുക്ക് ആ കുട്ടീനെ തന്നെ വിളിക്കാൻ. ഒരു സൈഡിൽ ഇങ്ങനെ സ്കാൻ ചെയ്തോണ്ടിരിക്കുന്നു. സ്കാൻ ചെയ്തോണ്ടിരിക്കുന്നു. ഓക്കെ, ഇപ്പൊ മഹാരാജ ഹോസ്റ്റൽ എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു നമ്മള് യങ്സ്റ്റേഴ്സിന് ഒന്നും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി ആയിരിക്കും. കാരണം നമ്മളെല്ലാരും ഇപ്പൊ കോളേജ് ഹോസ്റ്റൽ ലൈഫിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. എല്ലാവർക്കും, അവർക്ക് മാത്രമല്ല, ഒരു ഹോസ്റ്റൽ എലമെന്റ് മാത്രല്ല ഇത്, കഥ വേറെ കുറെ കാര്യങ്ങളോട് പോകുന്നുണ്ട്. അപ്പൊ ഫാമിലി ആയിട്ടും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങളിലേക്ക് ബാക്കിയൊക്കെ വരാം. അപ്പം എനിക്ക് ആ മൈക്കിന് മതിയോ? ഓക്കെ, മോന്. ഓക്കെ, മാമന് മോനെ അറിയത്തില്ലേ? ഇല്ല. ഓക്കെ, ശരത് പറ, എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെയായിരുന്നു മഹാരാജ ഹോസ്റ്റലിലേക്കുള്ള ആ ഒരു മൂവിയിലേക്കുള്ള എൻട്രി? എങ്ങനെയായിരുന്നു?
അല്ല, ആക്ച്വലി ഇത് എൻ്റെ ഫസ്റ്റത്തെ ഫിലിമാണ്. എനിക്കിതിനു മുമ്പേ ഞാനും ഇൻസ്റ്റാഗ്രാമിൽ റീൽ കണ്ടിട്ടാണ് അവർ വിളിക്കുന്നത്. ഓക്കെ അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഇതിനു മുമ്പ് ആരും വിളിച്ചിട്ടില്ലായിരുന്നു, ഓക്കെ ഫസ്റ്റ് വന്ന കോളാണ്. അപ്പോൾ നല്ലൊരു കഥ കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി. ഓക്കെ അപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞു, ഷൂട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നതിൻ്റെ ഒരു ടെൻഷനിലും എക്സൈറ്റ്മെന്റിലുമാണ്. ഓക്കെ ഓക്കെ അത് ഞങ്ങളും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ടെൻഷൻ വേണ്ട. ഓക്കെ അതെ നമ്മൾ ഇങ്ങനെ ഇതും ഭയങ്കര എക്സ്പീരിയൻസ് ഇല്ലാത്തതല്ലേ ആളുകളുടെ മുമ്പിൽ ഇന്ന് മൈക്ക് പിടിച്ച് സംസാരിക്കും. സംസാരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ ഭയങ്കര നെഞ്ചരിപ്പായിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും കംഫോർട്ട് സ്പേസ് എന്ന് പറഞ്ഞ ഫോണ് അല്ലേ നിങ്ങൾ. വേറെ ആരും ഇല്ലല്ലോ, അതെ. മാത്രമേ ഉള്ളൂ. ഓക്കെ ഇവിടെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, നല്ലോണം പാട്ട് പാടുന്ന ഒരാളും കൂടിയാണ്. അതെ പാട്ട് വന്നാലോ ഒരു മാഷപ്പ് ആവാന്ന് പുള്ളിയുടെ മാഷപ്പ്. അതെ മാഷപ്പ്, ഒരു മാഷപ്പ് പഴയതല്ലേ അന്നാലോ ഷേപ്പ് ഓഫ് വ്യൂന്റെ അല്ലേ ആ മാഷപ്പ് കേട്ടാലോ. അതറിയ ഇനി അവസരം കിട്ടിയില്ലെന്ന് പറയല്ലേ. അതെ പ്ലേ ചെയ്തിട്ട് മേലെ കൂടെ പാടിയാ പോരെ. പ്ലേ ചെയ്യണം. ട്യൂണ് ഒന്ന് ഷേപ്പ് ഓഫ് യുവിന്റെ അല്ലേ, ആ ട്യൂൺ ഒന്ന് പ്ലേ ചെയ്യാമോ? ഷേപ്പ് ഓഫ് യുവിന്റെ ട്യൂൺ മാഷപ്പ്, ഷേപ്പ് ഓഫ് യുവിന്റെ മാഷപ്പ് ട്യൂൺ ഒന്ന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അശ്വിൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി ആ ഒരു പാട്ട് പാടുന്നതായിരിക്കും. സോ ആ ഒരു ട്യൂൺ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് സ്റ്റുഡൻസിന് അല്ലെ കുറച്ച് അവസരങ്ങളൊക്കെ കൊടുക്കാം. സോ ഓവർ ടു യു. ഈ പടത്തിന്റെ പേര് എന്താണ് ഇങ്ങനെ ഈ പേര്? അല്ല ഇത് ആക്ച്വലി ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ പേരാ. ഈ സിനിമയിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ പേരാണ് മഹാരാജ ഹോസ്റ്റലിന്. ശരിക്കും മഹാരാജ കോളേജായിട്ട് ഒരു ബന്ധമില്ല, വെറുതെ ഒരു പേര് വെച്ച് അത്രേ ഉള്ളൂ. നിന്റെ പേരെന്താ? അമൻ. ടീം മെമ്പേഴ്സ് ഒന്ന് നെട്ടിപ്പോയി. മഹാരാജ ഹോസ്റ്റലിന് അല്ലേ. മ്യൂസിക് സെറ്റ് ആണോ? യെസ് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ അരികിൽ പതിയേടനെഞ്ചെല്ലാരും രാഗം ഇടികൾ മൊഴിയും മധുരം കിനിയും നെയ്യം നീണം മഴയേ 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 മനസ്സിൽ മുഷിയാലതിലും നിറവേ പോലെ എന്റെ മനസ്സാകെ മുന്നിലേ പുലരുളിയലോ നിന്റെ ചിരി പോലെ മിന്നി വഴി നീലേ വരം തുടങ്ങുമ്പോ പാട്ടുന്നു വാടി കണ്ണി കൂടെ നമുക്ക് ഞങ്ങളെ കുടിക്കുമ്പോ മഴ നിറമായ അടിപൊളിക്കുയിലേ വേണം അടുത്തോരം ബലം വേണം ആലിനു ചേർന്നൊരു കുളവും വേണം ഗഞ്ചന്റെ കണ്ണഴകേ ചുരുക്കനവുകൾ വഴി വഴി നാടിന്നിതിലെ എൻ സഖിയായി തോഴൽ ചാരേ നിന്നെ കണ്ട കടലക പോലെ മയിലായി മഴ കൊണ്ടതുപോലെ അകമേ പിടയും ഞാൻ ആരു പറഞ്ഞു ഞാൻ കണ്ടതിരാക്കരവാണെന്നാരു പറഞ്ഞു കണ്ണശിക്കായ തുഞ്ചത്ത് ചാടണ പള്ളാട്ടിക്കെന്ത് ചന്തമാണോ പെണ്ണെ ഓടണ്ട ഓടണ്ട ഓടിത്തരേണ്ട ഓമനപ്പൂമുഖം പാടിടേണ്ട പൊന്നിന പെൺകുഞ്ഞ ജന്മങ്ങൾ കൊൽകും നാദം ചന്ദ്രനാമ ചന്ദ്രകട കൽപ്പഴമാവാം ഇന്ദ്രനിലത്തിരമാലകളിൽ നീരാടാം ദേവരാഗമേ മേഘത്തേരിൽ ജിം 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 മാറിവാ ഒരു ചിരി 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 ചിറകിൽ മഴവില്ലിരിക്കും മനസ്സേ ശുക്രിയ ശുക്രിയ I'm in love with the shape of you. It's so full like a magnet too. Although my heart is falling too. I'm in love with your body. Last night you were in my room, and my bedsheets smell like you. Every day discovering something brand new. I'm in love with the shape of you.
താങ്ക് യു സോ മച്ച്. ഈ ഒരു ടീമിന് നിങ്ങൾക്ക് ഒരു ടാസ്ക് തരണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ടാസ്ക് ആരാ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആരാ? ആ ഓക്കെ, ഇനി അതിനും മടി കാണിക്കരുത്. ഒരു മൂവി സീൻ എടുത്തിട്ട് അത് ആക്ട് ചെയ്ത് കാണിക്കണം. കുറച്ച് പഴയ മൂവി, ഇപ്പൊ അടുത്തുള്ളതൊന്നുമല്ല, കുറച്ച് പഴയ മൂവി ഏതെങ്കിലും. മണിച്ചിത്രത്താഴിൽ ഇതില് സീനായാലും മതി. സൂപ്പർ, അതാ ചെയ്യണ്ട. മാമനും മോനും സൂപ്പർ ഹീറോയും മണിച്ചിത്രത്താഴിലെ ഏതെങ്കിലും ഒരു സീൻ റീക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ കാണിക്കണം. ഇത്രയ്ക്ക് ധൈര്യോടാ നിനക്ക്? അതെ. ആഹാ, ആ ചെയറൊക്കെ വെച്ചോ. അയ്യോ മൈക്ക് ഞാൻ ഒരാൾക്ക് ഞാൻ പിടിച്ചുതരാം മൈക്ക്. ഡയലോഗ് പ്ലേ ചെയ്യോ? ആ ഡയലോഗ് ആരാ ഇടുന്നേ? ആ ഇടുവോ? ആ സീന് ഏത് സീനാ? മറ്റേ അല്ല ഇപ്പൊ പോവണ്ട അല്ലേ? ഓക്കെ, അല്ല ഇപ്പൊ പോവണ്ട ആ സീനാണ് നമ്മുടെ മാമനും മോനും സൂപ്പർ ഹീറോ റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. കസാര എടുത്തെറിയുമ്പോ സൂക്ഷിക്കണം, എന്നെ ഇങ്ങോട്ടേക്ക് എറിയരുത്. വേണമെങ്കിൽ പൊക്കോളൂ. നിങ്ങൾ ഫസ്റ്റ് ടൈമിൽ ഇത്രയും ഓഡിയൻസിന്റെ മുന്നിലൊക്കെ ഇങ്ങനെ പെർഫോം ചെയ്യുന്നത്? അതെ 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 അതെ. ഓക്കെ, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? ഇപ്പൊ എന്ത് തോന്നുന്നു മനസ്സിന്? അല്ല, ഇപ്പൊ ഞാൻ ആദ്യം വന്നപ്പോ ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പൊ കുറച്ച് ടെൻഷൻ മാറി. ആദ്യമായിട്ടാണ് കൊണ്ടാ, നിങ്ങൾക്ക് ഇതൊക്കെ മാറിക്കോളും. പിന്നീട് ഇനി അടുത്ത പടങ്ങളിലൊക്കെ വരുമ്പോഴത്തേനും ഞാനിപ്പോ എത്ര വർഷമായി? അതെ, എത്ര വർഷം. ഇനി അടുത്ത പടങ്ങളിലൊക്കെ വരുമ്പോഴത്തേനും ഇവർ ഇനി അങ്ങോട്ടേക്ക് ടാസ്ക് തന്നോളൂ. ഓക്കെ, നമ്മുടെ മൂവി സീൻ പ്ലേ ചെയ്യാണോ? ഇപ്പൊ വരും. ഓക്കെ, ഈ ഐ ആം സൂപ്പർ ഹീറോ എന്നുള്ള പേര് യൂട്യൂബിന് ഇൻസ്റ്റയിലൊക്കെ ഇടാൻ കാരണം എന്താ? സൂപ്പർ ഹീറോ ആകണം എന്ന് ആഗ്രഹിച്ചാണോ? അങ്ങനെയൊന്നുമല്ല. ആദ്യം എല്ലാവരും ഇൻസ്റ്റ തുടങ്ങുമ്പോൾ എല്ലാവരും വേറെ വേറെ ഒരുപാട് പേരിടുമല്ലോ. അപ്പോൾ ഞാൻ ഈ അവഞ്ചേഴ്സിൻ്റെ ഒക്കെ സീരീസ് കണ്ടിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇൻസ്റ്റ എല്ലാവരും തുടങ്ങിയല്ലോ. അപ്പോൾ ഞാൻ എന്ത് പേരിടും? അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ സൂപ്പർ ഹീറോ സിനിമ കണ്ടിട്ട് ഇരുന്നാണല്ലോ. അപ്പോൾ പിന്നെ ആം സൂപ്പർ ഹീറോ സെൽഫ് മോട്ടിവേഷൻ. അപ്പോൾ പേര് അവിടെ ആര് പറയുമ്പോഴും അവരാണ് സൂപ്പർ ഹീറോ. പവർ കൊണ്ടല്ല, എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ ആർക്ക് പവർ കൊണ്ടല്ല, അല്ലാതെ എൻ്റെ പ്രവൃത്തി കൊണ്ട് പലർക്കും ഞാനൊരു സൂപ്പർ ഹീറോ ആയിട്ടുണ്ട്. താങ്ക് യു. ആൻഡ് സീൻ കറക്റ്റ് ആണ്. ഓക്കെ, സീൻ ഓക്കെ ആയിട്ടുണ്ട്. അഭിനയിച്ചോട്ടോ, സീൻ ഓക്കെ ആണേ. അതുമല്ല, ഞാൻ പറഞ്ഞില്ലേ അന്നിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഇപ്പൊ പോണ്ട. ഞാൻ പോണ്ടേ? ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഇപ്പൊ പോണ്ട. അതെന്താ, അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. വിടമാട്ടെ. அப்ப நீ என்ன இங்கிருந்து எங்கேயும் போக விட மாட்ட? ஐயோ நாய, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப? இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொண்டு ஓ ரத்தத்தை குடிச்சு ஓங்கார நடந்து விடுவேன். തകർത്തു സൂപ്പർ. വാവ്, ഞാൻ ശരിക്കും പേടിച്ചു പോയി. ഇനി റിഹേഴ്സൽ ഇല്ലാണ്ട പോലെ ഇവന്റെ ലിപ്സിംഗ് പെർഫെക്റ്റ് ആയിരുന്നു. അവന്റെ ലിപ്സിംഗിൽ ഇവ രാജാവാ. ഈ സംഭവം ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണോ? ഇടയ്ക്കിടയ്ക്ക് പറയും. ഇന്ത്യക്ക് ദുർഗാഷ്ടമി എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് പറയത്തില്ലേ? ആ, അപ്പൊ ഇടക്കിടക്ക് ഓ ജീവിക്കുവാണ് അപ്പൊ ഈ ഡയലോഗ് വെച്ച്. വെറുതെ ഇത്ര ഒരു അല്ലേ നാച്ചുറാലിറ്റി ഫീൽ ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് ഡബ് പറ്റൂല. അതെ, അടിപൊളിയല്ലേ? നല്ല അടിപൊളി ടാസ്ക്, അടിപൊളിയായിട്ട്. ഇവരുടെ ഇത് കണ്ടപ്പോഴാണ് നമ്മുടെ അഖിൽ ഷൈൻ ഒരുപാട് റീക്രിയേറ്റ് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ? ബാ മോനെ ബാ, നമുക്ക് ഒരെണ്ണം ചെയ്തിട്ട് പോയില്ലെങ്കിൽ എനിക്ക് സങ്കടം. അവനെ വിളിക്കണം. ചേരോടാ, ഏത് സീനാ വേണ്ടേ? അയ്യോ, എനിക്ക് കാണാതെ അറിയുന്ന കാണാതെ അറിയുന്ന ഒരു സീൻ പറയുകയാണെങ്കിൽ ഇത് ഇപ്പൊ ഞങ്ങൾ പ്ലേ ചെയ്യുന്നതായിരിക്കും.
ശ്രീകൃഷ്ണപുരത്തെ ബിന്ദു പണിക്കറിന്റെ സീൻ ചെയ്യാം. മറ്റേ ആ ഇതില്ലേ അവര് കണക്കൂട്ടുന്ന കുഷ്യൻ തന്നെ വേണം കുതിച്ചു പൊങ്ങണം ആ സാധനം. യെസ്, കുഷിൻ വേണം കുതിച്ചു പോകണം അല്ലെ. സെന്ററിലേക്ക് വന്ന് നിന്നോ, ഇരുന്നോ. ഓക്കെ. യെസ്, ആൻമേരിക്ക് റീക്രിയേഷൻ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ടോ? ഇല്ലെന്ന് എനിക്കറിയാം, എന്നാലും ചുമ്മാ. യെസ്, ആൻമേരി ഇപ്പൊ കുറച്ചു നേരമായിട്ടല്ല ഇങ്ങനെ ഒതുങ്ങി ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങളൊക്കെയാണ് ഞാൻ പണി തന്നോണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഞാൻ കൊടുക്കാം. എന്തെങ്കിലും നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യോ? ആ, എല്ലാരും ഇപ്പൊ തംസപ്പ് ചെയ്യുന്നുണ്ട്. ഞാനൊന്ന് അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ എല്ലാരും ഇപ്പൊ ഓർമ്മ കാണാം. ഓക്കെ, സെറ്റ് ആയോ? അപ്പോ നമ്മുടെ മഹാരാജ ഹോസ്റ്റലിന്റെ ട്രെയിലർ 5 മണിക്ക് റിലീസ് ചെയ്യുകയാണ്. ആൻഡ് ഏത് യൂട്യൂബ് പ്ലാറ്റ്ഫോമിലാ? സരിഗമ ആണോ? യെസ്, സരിഗമ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ നമ്മുടെ മഹാരാജ ഹോസ്റ്റലിന്റെ ട്രെയിലർ ഇന്ന് 5 മണിക്ക് റിലീസ് ആണ്. അപ്പൊ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ആൻഡ് 24th ജൂലൈ. ഇത് പറയുമ്പോൾ എനിക്ക് ഓണപ്പരിപാടിക്ക് ഇടയ്ക്ക് നമ്മൾ സ്പോൺസേഴ്സിനെ വിളിച്ചു പറയത്തില്ലേ? എന്നോട് സ്മരണ വേണ്ടേ? കണ്ടോ, കുട്ടികളെ കാണിപ്പിക്കണ്ടേ? ട്രെയിലർ കാണിപ്പിക്കണ്ടേ? അതാണ് എന്റെ ഉത്തരവാദിത്തം, അതാണ്. ഓക്കെ, സീൻ റെഡിയാണ്. ഓക്കെ, ആലിസ്റ്റ് ഒന്നുകൂടി കേക്കട്ടെ. ഡൈനിങ് ടേബിൾ പൂപ്പരുത്തി മതി. 2000 പൂപ്പരുത്തി അവിടെ ഈട്ടി തന്നെ വേണം. 25,000. സോഫ സെറ്റ് ചൂരല് മതി. റെപ്രസെന്റേറ്റീവിന് ഇരിക്കാനില്ല, യമുനയ്ക്കാം. കുഷൻ തന്നെ വേണം, കുതിച്ചു പോകണം. അതിന് കുതിരപ്പുറത്ത് കയറിയ പോലെ. തമാശകള കൂട്ട്. 25,000. ബ്രിഡ്ജ്. പാല് അതും വേണോ? അവർക്ക് നടന്നു വന്നാ പോലെ. അതില്ലെന്ന് കാണിപ്പിക്കുന്ന ഒരു സാധനം ഇല്ലേ? ഫ്രിഡ്ജ് 9,000. ടി വി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ. ഓരോ കളർ തന്നെ വേണം. 10-20 അടി നീളം വേണം. 10-20 അടി നീളോ? ഇഞ്ചായിരിക്കും. ഇഞ്ച്. വയറില്ലാത്ത ഫോൺ അതൊരെണ്ണം മതി. മൊബൈല് വയറില്ലാത്തോണ്ട് വില കുറവായിരിക്കും. ഇനി അയ്യോ, ഇനി മടക്കല്ലേ, ഒടിഞ്ഞു. തൽക്കാലം ഇത്രയൊക്കെ മതി. ഇനി ഇതിന് പണം ഉണ്ടാക്കാനുള്ള വകുപ്പും കൂടി പറഞ്ഞു തന്നെ. മൊത്തം പണം കൈ വെച്ചിട്ടാണോ എല്ലാരും ഇതൊക്കെ മേടിക്കുന്നത്? ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം. ഇൻസ്റ്റാൾമെന്റ്. അതെങ്കിൽ അത് അങ്ങനെ ആവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടയ്ക്കാം. അല്ലെങ്കിൽ കടം വാങ്ങണം, പലിശ കൊടുക്കണമെന്നല്ലേ ഉള്ളൂ. എന്താ മുൻഷി പരമേശ്വരൻ പിള്ളയുടെ മകനെ കടം കിട്ടില്ലെന്നുണ്ടോ? നോക്ക്, നിസ്സാരമായിട്ട് തള്ളരുത്. ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ. എന്ത് പറയണ? സെറ്റ്. താങ്ക് യു അഖിൽ ഷാ, താങ്ക് യു സോ മച്ച്. നമ്മുടെ ആൻമേരിക്ക് ഒരു ടാസ്ക് കൊടുക്കാനായിട്ട് ആർക്കാ പറ്റുന്നത്? ആൻമേരി വിറക്കുന്ന തരുത്, വെറുക്കുന്നല്ല കേട്ടോ. ആരാ? ടാസ്ക് കൊടുക്കാനായിട്ട് എണീറ്റൊക്കെ നിൽക്കാണ്. അപ്പൊ ഒരു 1.5 ടാസ്ക് ആയിരിക്കും. ഞാൻ അങ്ങോട്ടേക്ക് വരാം. നേരിട്ട് വന്നെന്തോ ടാസ്ക് ആണ്. ഇവിടെ ആരൊക്കെയോ പറഞ്ഞു SH റാഗിങ് വിരോധമാണെന്ന്. എന്താണ് പ്രോത്സാഹിപ്പിക്കില്ലാന്ന്. ഫ്രഷേഴ്സ് എങ്ങനെ പ്രോത്സാഹിപ്പിക്കും? ജൂനിയേഴ്സ് അല്ല, സീനിയേഴ്സ് അല്ലേ കൊടുക്കണ്ടേ? അപ്പൊ റാഗിങ് കൊടുക്കും. ഓക്കെ, അപ്പോ എന്റെ റാങ്ക് എന്താ വെച്ച് കഴിഞ്ഞാ, അതെ, പേരെന്തായിരുന്നു? ആൻമറിയ. എന്നെ പ്രപ്പോസ് ചെയ്യണം. അതെ, അത് അവർക്ക് ഇഷ്ടമുള്ള കാര്യ. അതെ, സീനിയർ കളത്തിൽ ഇറങ്ങി മക്കളെ. ഓക്കെ, ജൂനിയേഴ്സ് ഒക്കെ കുറച്ച് സൈലന്റ് ആയി. ആൻമരിയ പ്രപ്പോസ് ചെയ്യണം എന്നാണ് സീനിയർ പറയുന്നത്. സീനിയറിന്റെ പേരെന്താണ്? അഫാം. ഓക്കെ, സീരിയസ് ആയിട്ട് എടുക്കല്ലെന്ന് പറയണം. സീരിയസ് ആയിട്ട് എടുക്കല്ലെന്ന് പറയണം. അതെ, സീരിയസ് ആയിട്ട് എടുക്കില്ല. കുഴപ്പമില്ല. അതെ, എനിക്കൊരു 1 മിനിറ്റ് പ്രിപ്പയർ ചെയ്യാൻ സമയം തരുമോ? 1 മിനിറ്റ് ആൻമരിക്കും പേടിയാവുന്നു. ഓക്കെ, മൈക്ക് പിടിച്ചു കൊടുക്കാം. ഓക്കെ. അല്ല മൈക്ക് പ്രപ്പോസ് ചെയ്തോട്ടെ. ആൾക്കൊന്ന് മൈക്ക് കൊടുക്കണേ. പ്രപ്പോസ് നിനക്കൊന്നും ഉത്തരം പറയാനൊന്നുമില്ല. ആദ്യം നല്ലൊരു പ്രപ്പോസൽ വരട്ടെ. ആൻമേനെ രണ്ടും കൽപ്പിച്ചായിരുന്നല്ലോ. പ്രിപ്പയർ ചെയ്യാൻ ടൈം വേണോ? അഫാം. ഓക്കെ, നിങ്ങൾ ഇവിടെ നിന്ന് നിക്കോ? നിങ്ങൾ ബാക്കിലേക്ക് പോലെ. ഇവിടെ നിന്ന്. ആൻമേനെ പ്രിപ്പയർ ചെയ്യാൻ ടൈം വേണോ? വേണ്ട, കുഴപ്പമില്ല. അല്ല, ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രപ്പോസ് ചെയ്യേണ്ട അവസരം വന്നിട്ടുണ്ടോ? ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ക്രഷ് തോന്നിട്ടുണ്ടെങ്കിൽ പ്രപ്പോസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യമായിട്ടാണ്. ഓക്കെ, ആരാണ് ഞാൻ പ്രപ്പോസ് ചെയ്തത്?
മാരീഡ് ആണോ? ആന്റിന് മാരീഡാ? മാരീഡ് അല്ല അല്ല. ആരും എന്നെ മാരീഡ് ആക്കിയത് ഇവിടെ. അത് മാരീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അസൂയായിട്ട്. ആ അതെ, അവിടെയല്ലേ പറഞ്ഞു, ഇപ്പഴത്തെ പറഞ്ഞു. ഓക്കെ, പ്രപ്പോസ് ചെയ്തോ. ചുരുണ്ട മുടിയുള്ള ആൾക്കാർ എപ്പോഴും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി വന്നപ്പോഴേ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ആ കണ്ണുകൾ വളരെ ഒരു എന്താ പെൺപിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഒരു സോഫ്റ്റ് ഐ ഉള്ള ഒരാള്. കണ്ടാൽ തന്നെ പറയും ടോക്സിക് ആണോ അല്ല, കുഴപ്പമില്ല. ആവശ്യത്തിന് ഫ്രീഡം തരുന്ന പെണ്ണുങ്ങളല്ല നടക്കണേന്ന് തോന്നുന്നു. അതെ, ഇങ്ങനെയാണോ പ്രപ്പോസ് ചെയ്യണത്? ടോക്സിക് ആണോ? ആവശ്യത്തിന് ഫ്രീഡം ചോദിച്ചിട്ടുണ്ട്. എനിക്ക് പ്രപ്പോസ് ചെയ്യാൻ സമയമില്ലായിരുന്നല്ലോ. എനിവേ, എനിക്ക് കണ്ടപ്പോ തന്നെ എനിക്കങ്ങ് ഇഷ്ടായി. പോരുന്നോ എന്റെ കൂടെ? സോറി കുട്ടി, ഇപ്പൊ എന്തായാലും എനിക്ക് താല്പര്യമില്ല. അതിനു വേണ്ടിട്ടായിരുന്നു. അതെ 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 അതെ. ഓക്കെ ഓക്കെ, നീ ഇത് തന്നെ മനസ്സിൽ. നിനക്ക് എന്നോടാണോ താല്പര്യം? അത് കഴിഞ്ഞ് മൈക്ക് നേരെ ഇങ്ങോട്ട് കൊടുത്തു. ഒന്നും ചെയ്യരുത്. ഓക്കെ, ആഹാ, ഇപ്പോഴാണ് നമ്മുടെ പിള്ളേർ. എങ്ങനെ ഉണ്ടായിരുന്നു ടാസ്ക്? സാധാരണ ഇവരാണ് എപ്പോഴും പ്രപ്പോസ് ചെയ്യുന്ന ആൾക്കാരെ. അപ്പൊ ഞാൻ ഇവരെ കണ്ടിങ്ങനെ കളിയാക്കുന്ന സ്വന്തമായിട്ട് ആലോചിക്കാൻ സമയം കിട്ടില്ല. ഇന്ന് രാവിലെ ഒരാൾ കോളേജിൽ പോയി പ്രപ്പോസ് ചെയ്തു. ഇങ്ങനെ ചെയ്തിട്ട് നല്ലതെന്നൊക്കെ പറഞ്ഞു. അഖിലന്മാരുടെ കോളേജിൽ പോയി പ്രപ്പോസ് ചെയ്തു. രണ്ടുപേരെ. ഓ മൈ ഗോഡ്. ഭാര്യ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കാണ്. അതെ, അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ വൈഫിയുടെ അക്കൗണ്ട് തന്നെ അല്ലെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ, എന്ത് മെസ്സേജ് വേണമെങ്കിലും അങ്ങോട്ടേക്ക്. ഇതിന് ആരും പറഞ്ഞപ്പോഴാ, ഇന്ന് അഖിൽഷയുടെ സ്റ്റോറി ആരെങ്കിലും കണ്ടോ? വധുവിന് ആവശ്യമുണ്ടെന്ന് ഇട്ടിട്ടുണ്ട്. വെറുതെ ഒരു ക്യാപ്ഷൻ കൊടുത്തല്ലേ? വെറുതെ ക്യാപ്ഷനാണ്, ഞങ്ങൾ അത് സീരിയസ് ആയിട്ട് എടുത്തില്ലേ. ഫസ്റ്റ് സെന്റ് തെരേസാസിലായിരുന്നു പോയിരുന്നേ. ഗേൾസ് കോളേജ് അല്ലേ, പാരയിലൊക്കെ വളഞ്ഞാലോ. ഷാമോൻ സിംഗിൾ ആണോന്നായിരുന്നു. ഓ അല്ല, ശ്യാമ സിംഗിൾ ആണോ? ശരിക്കും സിംഗിൾ ആണ്, റെഡി ടു മിംഗിളുമാണ്. ആർക്കെങ്കിലും റെഡി ടു മിംഗിൾ ആകാൻ താല്പര്യം ഉണ്ടോ? എല്ലാവർക്കും പേടിയാ, ക്യാമറ ഒക്കെ അല്ലേ വീട്ടിൽ. തൊടുപ്പിട്ട കുട്ടി വന്നപ്പോ മുതൽ എന്നോട് എങ്ങനെ ഇവിടെ ഏത് കുട്ടിയാ? പുള്ളിക്കുട്ടി. ആ പുള്ളിക്കുട്ടി വന്നപ്പോ തൊട്ട് അഖിൽ ചേട്ടൻ നോക്കി നിൽക്കുകയാണെന്ന്. ആ എന്താണ് വന്നപ്പോ തൊട്ട് അഖിൽ ചേട്ടനെ നോക്കി നിൽക്കുവാന്നാണല്ലോ. എന്താണ്? അങ്ങനെയൊന്നുമില്ല. ഇവൻ എന്താണ് ഫ്ലൈങ് കിസ് കൊടുത്തു. അപ്പൊ ഞാൻ ചിരിച്ചായിരുന്നു. അപ്പൊ അവനാ നോക്കിയെന്ന് നിന്നെ. അവനാ നോക്കിയ? നീ ആർക്കാ ഫ്ലൈങ് കിസ് കൊടുത്തേ? കൊടുത്തില്ല. സത്യം പറ, നീ ഇതിൽ ആർക്കാ ഫ്ലൈങ് കിസ് കൊടുത്തേ? മാമനും മോനും ഇവ ഫ്ലൈങ് കിസ് തന്നു. ഞാനാ ടൈപ്പല്ല. ഞാൻ അഖിൽ ഷാനെ നോക്കിയായിരുന്നു. ഞാൻ ചുമ്മാ എന്തെങ്കിലും ടാസ്ക് വല്ലതും കൊടുക്കാനുണ്ടോ? ഞങ്ങളോടായിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ? എന്താ ഇവരോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോന്ന്? ഇനി അങ്ങോട്ടേക്ക് ക്വസ്റ്റ്യൻ കൊടുത്ത് മടുത്തുന്നു. ഇനി ഞങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ. നിന്നോട് തന്നെ ചോദിക്കാം. ഞാൻ വീണ്ടും വരേണ്ടി വരും. ഓക്കെ, ഞങ്ങളുടെ മൂവി ഹൊറർ റിലേറ്റഡ് ആണല്ലോ. അപ്പൊ നിനക്ക് പ്രേതത്തിലും ദൈവത്തിലും വിശ്വാസം ഉണ്ടോ? എനിക്ക് രണ്ടിലും വിശ്വാസമുണ്ട്. ഉണ്ട്. ഓക്കെ, ഈ ഹൊറർ അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഇല്ല. അത്ര ചോദിക്കാനുള്ളൂ. ഓക്കെ, ഹൊറർ അനുഭവം ഇവിടെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ശ്യാമോന് അനുഭവം ഉള്ള ആളുണ്ട്. ഏറ്റവും കൂടുതൽ അനുഭവം ഉണ്ടായിട്ടുള്ളവനാ. അവനൊരു 5-6 കഥയുണ്ട്. അത് ഓരോ കേട്ടുകളും അടുത്ത് ഓരോ ഇന്റർവ്യൂല് പ്രേതം മാറും, ഗെറ്റപ്പ് മാറും. ഇന്തോനേഷ്യൻ, വിയറ്റ്നാമീസ്. ഓക്കെ, ഓ വിയറ്റ്നാം. അവിടെ നിൽക്കട്ടെ, ഇവരോട് ചോദിക്കാതെ അല്ലേ. നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും പ്രേതാനുഭവങ്ങള് ഇല്ല? മുഖാമുഖം നേരിടേണ്ട വന്നിട്ടില്ല? പക്ഷെ ഇവർക്ക് ആർക്കും വന്നിട്ടുണ്ടോ പ്രേതാനുഭവം? ഇല്ല. ഒരു ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ട്, ഒരു ആലോചിച്ച് അത്ര ചെയ്തിട്ടുള്ളൂ. കണ്ടന്റ് ഒന്നുമില്ല. ഇവനെ അഭിനയിച്ചത്. ഏതായിരുന്നു? അല്ല, എവിടെ ലൈക്ക് ഇൻസ്റ്റയിലാ തന്നെ പോസ്റ്റ് ചെയ്തു, ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം. അത്ര പേരെന്താ? എന്റെ പേരിട്ടിട്ടില്ല, അതാണ് അതിന്റെ സീക്വൽ ഇറങ്ങുമ്പോ പേരിടാൻ നിക്കണേ.
കറന്റ് പ്രൊജക്റ്റ് ആണ്. ആക്ടറും ഡയറക്ടറും ഒക്കെ ഇരിപ്പുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ സാധാരണ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം എസ്ര മൂവി ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ഹൊറർ മൂവീസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പം അവിടെ ഇങ്ങനെ പ്രേതങ്ങളുടെ സാന്നിധ്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ കുറച്ച് അനുഭവങ്ങൾ ആക്ടേഴ്സിന് ആർട്ടിസ്റ്റുകൾക്ക് വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ നല്ലപോലെ അനുഭവങ്ങൾ ഈ മഹാരാജ ഹോസ്റ്റലിന്റെ സമയത്ത് എങ്ങനെ അനുഭവപ്പെട്ടു? എനിക്ക് സത്യത്തില് ദൈവത്തിൽ വിശ്വാസമല്ല, പക്ഷെ പ്രേതത്തിൽ വിശ്വാസമുണ്ട്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ കുറച്ച് റിയൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. അല്ല, ഈ മൂവി ചെയ്ത സമയത്ത് എനിക്ക് നമ്മൾ വാഗമണില് ഷൂട്ട് ചെയ്യായിരുന്നു. വാഗമണില് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെയും കണ്ടുണ്ട്. അല്ല, എനിക്കറിയാം ഓൾറെഡി ഇവരെന്താ ചെയ്യാൻ. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കാട്ടിലൊരു സീനാ. അപ്പൊ ഓരോ ആൾക്കാർ ഓരോ സ്ഥലത്തു നിന്ന് ഓടി വരുന്ന ഒരു സീനാ, ഒറ്റക്കുള്ള പോർഷനാ. അപ്പൊ അതില് നമ്മളെ ക്യാമറാമാൻ പുറകോട്ട് പോകാൻ പറഞ്ഞപ്പോ ഇങ്ങനെ പുറകോട്ട് പോയി. പുറകില് ഫുൾ ഇരുട്ടാ. അപ്പൊ അങ്ങനെ പോയ സമയത്ത് നമ്മൾ അസ്യൂം ചെയ്യണം നമ്മുടെ പുറകില് ഒരു സാധനം വരുന്നുണ്ട് എന്ന് അസ്യൂം ചെയ്താൽ നമ്മൾ ഓടേണ്ടത്. പക്ഷെ ഒരു മൊമെന്റിൽ എനിക്ക് ശരിക്കും എന്റെ പുറകിൽ എന്തോ ഉള്ള പോലെ എനിക്ക് അങ്ങനെ ഒരു ഫീല് വന്ന്. അത്രേ ഉള്ളൂ. ആരും പുറകിലുണ്ടെന്നുള്ള ഒരു ഫീല് വന്നു. അതൊക്കെ ഇവരോട് ഷെയർ ചെയ്തപ്പോ ഇവരെന്താ പറഞ്ഞേ? അതിന്റെ ഇപ്പുറത്തോടെ ഇവരൊക്കെ ഓടുന്നുണ്ട്. ഈ മാമനും ഓടുന്നുണ്ട്, അഖിലും ഓടുന്നുണ്ട്, ക്യാമറമാനും ഓടുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കും ആ ഫീല് വന്നില്ല? ഒരാൾക്ക് മാത്രം ആ ഫീല് വന്നു. അതെ, ബുദ്ധിയൊക്കെ വേണം, ഇങ്ങനെ ചിന്തിക്കാനുള്ള ഒരു മെത്തേഡ് ആക്ടിങ്ങിൽ മുഴുകിപ്പോയതാണ്. മെത്തേഡ് ആക്ടിങ്ങിൽ പിടിക്കുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ ടാസ്ക് കൊടുക്കണം എന്നുണ്ട്. 2 പേർക്കാണ്. ഒന്ന് അഖിലേട്ടനും അശ്വിൻ ചേട്ടനും. ഏഴുമല പൂഞ്ചോല അഭിനയിച്ച് കാണിക്കും. ഞാൻ കിടന്നു കൊടുക്കാം, അവനാണെങ്കിൽ മറ്റേ മണ്ടയ്ക്ക് ഒട്ടി ചെയ്യട്ടെ. കുഴപ്പമില്ല. അല്ല, ഏഴുമല പൂഞ്ചോല ഇവിടെ ചെയ്യാൻ പാട്ടുണ്ടാക്കാൻ അറിയുള്ളൂ. യെസ്, ഏഴുമല പൂഞ്ചോല അഭിനയിച്ച് കാണിക്കുക അഖിലേട്ടനും അശ്വിൻ ചേട്ടനും. ടാസ്ക് ആണ്. ഓക്കെ, വരൂ. എനിക്ക് എന്റെ ജോലി പാട്ടുണ്ടാക്കല. അശ്വിന് നമുക്ക് മാറ്റി പിടിച്ചാലോ? ഇൻട്രോവേർട്ട് ആണ്, അതുകൊണ്ട് ഇതെങ്കിലും ചെയ്യണം. ശ്യാമോനെ വിളിച്ചോ? അല്ല, ഞാൻ എപ്പോഴും ചെയ്യുന്നല്ലേ, അവര് ട്രൈ ചെയ്യട്ടെ. നിങ്ങൾ തന്നെ ഉന്തിത്തള്ളി വിടേണ്ടി വരും. അശ്വിൻ ചെയ്യോ? പറ്റും, യു ക്യാൻ. അല്ലെങ്കിൽ മാമൻ ചെയ്തോട്ടെ. അശ്വിന് പറ്റില്ലല്ലോ, നീ ചെയ്യ്. നീ 2 ദിവസം അന്ന് മാമന് പോലെ വിളിക്കണോ? അഖിൽ ഷാനോ? അല്ല, ഞാൻ എപ്പോഴും ചെയ്യുന്നില്ല, നിങ്ങൾ കണ്ടിട്ടല്ലേ. അല്ല, അതാ നല്ലത്. ഡിഫറെന്റ് ആയിക്കോട്ടെ. എനിക്ക് ചെയ്യാൻ മടിയൊന്നുമില്ല, പക്ഷെ എപ്പോഴും ചെയ്യുന്ന സാധനമാണ്. അന്ന് മാമനും മോനും. അതെ, അഖിലും മാമനും മോനുമാണ്. ഏഴുമല പൂഞ്ചോല പാട്ട് സെറ്റാണ്. ഓക്കെ, ആരാ കിടക്കുന്നത്? ആരാ എക്സ്പ്രഷൻ ഇടുന്നത്? ആരാ കിടക്കുന്നത്? ലാലേട്ടൻ. ആരാ ലാലേട്ടൻ? ഓക്കെ, ശരി. ഓക്കെ, അഖിൽ ലാലേട്ടൻ. ഓക്കെ, അഖിൽ ലാലേട്ടൻ, മാമനും മോനും. മാമനും മോനെന്നാ എനിക്ക് ശരിക്കും വരുന്നുള്ളൂ. ഓക്കെ, മ്യൂസിക് റെഡി അല്ലേ? സോ റെഡി ആണ്. അപ്പൊ എല്ലാവരും ഒരിക്കൽ കൂടി ഒരു നല്ലൊരു കൈയടി പുറത്ത്. വന്നപ്പോ എന്തായിരുന്നു? അതെ, വന്നപ്പോ എന്താ ഗെറ്റപ്പ്, ഇൻട്രോവേർട്ട് ആയിരുന്നതായിരുന്നു. നിങ്ങൾ കൂക്കാത്തോണ്ടാട്ടോ, നിങ്ങൾ കൈയടിക്കുന്നോണ്ടാ, ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഓടിയിട്ടുണ്ടാവും അറിയോ ഇവിടുന്ന്. സപ്പോർട്ട് ചെയ്യാറുണ്ടോ ഞങ്ങളപ്പോ? ഇവര് സപ്പോർട്ട് ചെയ്തോണ്ടാ, തരുന്നോണ്ടാണോ? ഓക്കെ.